Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർ ലൂപ്പിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൺട്രോൾ സ്ട്രക്ചർ ആയിട്ടുള്ള വയൽ ലൂപ്പ് പഠിക്കുന്നത്. ഫോർ ലൂപ്പിൽ അതിന്റെ എന്താ പറയുക നെസ്റ്റഡ് ഫോർ ലൂപ്പും പഠിച്ചിരുന്നു. ഈ വയൽ ലൂപ്പും വയലിന്റെ നെസ്റ്റഡ് വയൽ ലൂപ്പും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കണ്ടീഷൻ ട്രൂ നോക്കുന്നത്, അങ്ങനെ കണ്ടീഷൻ കേസ് നോക്കുകയാണ് വയൽ ലൂപ്പ്. നമുക്ക് ഒരു നമ്പർ, ഒരു ലിസ്റ്റിന് ഐട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ ഐട്രേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കേസിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം, ക്ലിയർ ചെയ്തിരും. ഓക്കെ, നമ്മൾ വയൽ നോക്കുകയാണ്. അപ്പൊ നമ്മൾ വയൽ കണ്ടീഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൾട്ടിപ്പിൾ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വയൽ കണ്ടീഷൻ ആണെങ്കിൽ ഡു സംതിങ്, അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം നോക്ക്, i ഈക്വൽ ടു 1. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, സ്ട്രക്ചർ ചെയ്യുന്നത് മാത്രമേ നോക്കാനുള്ളൂ. i 1 നമുക്ക് വേരിയബിൾ അസൈൻ ചെയ്യാറല്ലോ. ഇനി വയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി അറിയാം. ഈ കേസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ ഉണ്ടാവും, അതിലിപ്പോൾ എന്തെങ്കിലും 1, 2 കൂടുതലാണോ കുറവ്, അങ്ങനെ കണ്ടീഷൻ വേണം. അപ്പൊ ഇവിടെ എന്തായി, കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 5 അടിയിലാവണം i. അങ്ങനെയാണെങ്കിൽ i ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് വയൽ കണ്ടീഷൻ. വയൽ ട്രൂ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയില്ല, ഈ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ മാത്രം. അപ്പൊ ട്രൂ എന്ന് പറയുമ്പോൾ വെറും ട്രൂ അല്ല, എന്താ പറയാ, അതൊരു പ്രോപ്പർ വാല്യൂ ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പൊ ഇവിടുത്തെ കേസിൽ 5 കുറവായിരിക്കണം i എന്ന കണ്ടീഷനാണ് കൊടുത്തത്. അപ്പൊ ട്രൂ ആവുന്ന കേസിൽ പ്രിന്റ് ആയി, i പ്രിന്റ് ചെയ്യും. i ഇവിടെ എത്ര 1 കൊടുത്ത്, എന്നിട്ട് അതിന്റെ അടിയിൽ എന്താ കൊടുത്ത് i+1. i ഒന്ന് കൂടി. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ i ഈക്വൽ ടു i+1 കൊടുക്കണ മാതിരിയാണ് i+=1 ഉള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി ഗൂഗിളിൽ, എന്താണ് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായി, ഇപ്പൊ i 2 അപ്പൊ നേരെ നമ്മൾ ഫോർ ലൂപ്പ് പറഞ്ഞ മാതിരി ആ ലൂപ്പ് കഴിയുന്നവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ റൺ ആവും. അപ്പൊ വയൽ i ലെസ് ദാൻ ഈക്വൽ ടു 5, 2 5 ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ, യെസ്. അപ്പൊ 2 പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, 2 + 2+2+1. അപ്പൊ 2 ഇവിടെ 2+1 വരുമ്പോൾ 3 വരും. അപ്പൊ ആ 3 എന്ത് ചെയ്യും, ഐയിലോട്ട് എടുത്ത് വെക്കും. അപ്പൊ ഇനി വയൽ നോക്കുമ്പോൾ എന്താ, 3 ഇപ്പോൾ 5 ചെറുതാണ്, ഈക്വലും അല്ല, അതിന് ചെറുതാണ്. അപ്പൊ എന്താ i പ്രിന്റ് ചെയ്യും. അപ്പൊ 3 പ്രിന്റ് ചെയ്യും. പിന്നെ ഇവിടെ എന്ത് ചെയ്യും, 3+1 അപ്പൊ 4 ആവും. 4 നോക്കുമ്പോഴും ഓക്കെയാണ്, പ്രിന്റ് ചെയ്യും. ഇവിടെ 1 പിന്നെയും കൂട്ടം 5 ആവും. 5 വരുമ്പോൾ 5 ഈക്വൽ ആണ്, ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ 5ഉം പ്രിന്റ് ആവും. അതിനുശേഷം i 6 ആവും. 6 നോക്കുമ്പോൾ എന്തായി, ഈ കണ്ടീഷൻ ഫോൾസ് ആയി. i ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ, അല്ല, തെറ്റിപ്പോയി. അപ്പൊ ഇവിടത്തെ ബ്രേക്ക് ആയിട്ട് അടിയിലോട്ട് പോകും. പിന്നെ അടിയിൽ എന്തെങ്കിലും ഫങ്ഷൻസോ ലൈൻ ഓഫ് കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവും, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ എഴുതിക്കുന്നത് i = i 1 പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ച്, പിന്നെ ഇറ്റ് റൺ വയൽ i ലെസ് ദാൻ ഈക്വൽ ടു 5 ആകുന്നത് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ അത് റൺ ചെയ്ത് കൊടുക്കും. ഈച്ച് ടൈം i പ്രിന്റ് ചെയ്യും, ഇൻക്രീസ് ആയി ബൈ 1 ഒന്ന് കൂട്ടി കൊടുക്കും. ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എപ്പോഴാണോ അത് 6 ആവുന്നത്, അപ്പൊ ലൂപ്പിന്ന് വയൽ ലൂപ്പിന്ന് പുറത്തു പോകും. ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ i = 10 കൊടുത്തു, വയൽ ട്രൂ. അങ്ങനെ എഴുതേണ്ടി വരാം. വയൽ കണ്ടീഷൻ എന്താ, നമ്മൾ പറയുന്ന കണ്ടീഷൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആവുന്നത് വരെ നമുക്ക് ഓക്കെയാണ്. പ്രിന്റ് ചെയ്യണത് എന്താ, നമുക്ക് i തന്നെ പ്രിന്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്തു, ആ ഐയിലോട്ട് ഈക്വൽ ടു i+1. അപ്പൊ ഇത് 100 ആയത് കട്ടാവും. കണ്ടങ്ങൾ 10 മുതൽ എത്ര വരെ ഉണ്ട്, 100 വരെ ഉണ്ട്. 101 ഇല്ല, 101 റൂൾസ് റോങ് ആയി. കാരണം എന്താ, 101 ലെസ് ദാൻ ഈക്വൽ ടു ആണോ, i അല്ല, അത് ഗ്രേറ്റർ ദാൻ ആയി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ശ്രദ്ധിച്ചു, ഞാൻ ഈ എഴുതിയതും അവിടെ എഴുതിയ വ്യത്യാസമുണ്ട്. അവിടെ എന്താ എഴുതിക്കണം അറിയാം, i+=1. ഇതൊരു ഷോർട്ട് സിൻടാക്സ് ആണ്, സെയിം മീനിങ് ആണ് രണ്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് റിമൂവ് ചെയ്തു, സെയിം ഔട്ട്പുട്ട് തന്നെ വരട്ടോ. 10 മുതൽ തുടങ്ങിയിട്ട് 10 മുതൽ 100 വരെ കറക്റ്റ് തന്നെ ആവും, സെയിം. അപ്പോൾ ഓക്കെ, വയൽ ലൂപ്പ് ഇപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലായിരിക്കുന്നത്. ഇനി വേറൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്ത് നോക്കാനുള്ളൂ, കണ്ടീഷൻ മനസ്സിലായല്ലോ. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉറക്കം വരുന്നത് വരെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. അതിനുശേഷം നമ്മൾ സ്ലീപ്പി എന്ന് കൊടുക്കുകയാണ്. സ്ലീപ്പിന്റെ കേസിൽ ഞാൻ ഫോൾസ് കൊടുത്തു. വയൽ നമ്മളെ കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ എന്ന് പറഞ്ഞത്
ഉറക്കം വരുന്നത് വരെ വാച്ച് ചെയ്യാൻ മൂവി. അപ്പോൾ സ്ലീപ്പി ഫാൾസ് ആണെങ്കിൽ വാച്ച് ചെയ്യുക. ഓക്കെ, സ്ലീപ്പി ഫാൾസ് ആണെങ്കിൽ പ്രിന്റ് വരിക, വാച്ച് മൂവി എന്ന് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ എന്താ പ്രിന്റ് ആകാത്തത്? അപ്പോൾ പ്രിന്റ് ആകാത്ത ഫാൾസ് ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ സ്ലീപ്പ് കൊടുക്കാത്ത ആണ്ടാണല്ലോ ചുമ്മാ വിചാരിച്ചിട്ട് ട്രൈ ചെയ്തു, അപ്പോൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ ആ സംഭവം വർക്ക് ആവുള്ളൂ. വയൽ കണ്ടീഷൻ ട്രൂ ആവണം. ഇവിടെ ആക്ച്വലി എന്താ ഫാൾസ് ആണ്. നമ്മൾ ഫാൾസ് കൊടുത്താലും വരില്ല. ഇനി ഇവിടെ ഞാനിത് അതിന് നേരെ ട്രൂ ആക്കി. വയൽ ട്രൂ അഥവാ വയൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം വാച്ച് ചെയ്യാൻ പോകും. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ മൂവ് ചെയ്ത് നോക്കി, ഇഷ്ടം പോലെ വാച്ച് മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് സ്റ്റോപ്പ് ആവുന്നില്ല, ഈ വയൽ കണ്ടീഷൻ ബ്രേക്ക് ആവില്ല. അത് നെവർ ബ്രേക്ക് ദിസ്. കാരണം എന്താ, നമ്മൾ ആൾവേസ് ട്രൂ ആണ് ആൾവേസ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫാൾസ് ആക്കുന്നില്ല. ഒരു കോഡ് എന്തെങ്കിലും ലോജിക് വർക്കൗട്ട് ചെയ്തതിന് ഫാൾസ് ആക്കണം. അപ്പൊ നമുക്ക് എന്തായി ട്രൂ ആവണം ഇവിടെ. പക്ഷെ നമ്മളെ സ്ലീപ്പി ആക്ച്വലി ഫാൾസ് അല്ലേ, അപ്പൊ ഇതിനെ എങ്ങനെ ട്രൂ ആക്കും? അപ്പൊ അതിനുള്ളൊരു മെത്തേഡാണ് നോട്ട് ഫാൾസ്. നോട്ട് ഫാൾസ് എന്ന് പറയുന്നത് എന്താ, ട്രൂ ആണ്. നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കിയിട്ട് വരിക, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഇനി ഞാൻ ആലോചിക്കാം, നോട്ട് ഫാൾസിന് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമുക്കിവിടെ സ്ലീപ്പി ഫാൾസ് അല്ലേ, അപ്പോൾ നോട്ട് സ്ലീപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നോട്ട് സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ട്രൂ ആയി, കണ്ടീഷൻ ഓക്കെ ആണ്, നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ് വാച്ച് മൂവി. ഇപ്പോൾ ഉറക്കം വരുന്നില്ല, മൂവി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? നമ്മൾ ഉറക്കം വരുന്നില്ലാണ് യൂസറോട് ചോദിക്കണ്ടേ. യൂസർ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പം കട്ട് ചെയ്യണം. അപ്പം നമ്മൾ യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ട് എടുക്കണം. അങ്ങനെ ലോജിക് കളിച്ചാൽ അപ്പോൾ യൂസറിനോടാണ് ചോദിക്കേണ്ടത്, യൂസറിൻ്റെ ഇൻപുട്ട് എടുക്കണം. ഇൻപുട്ട് എടുക്കാൻ എങ്ങനെ? ഇൻപുട്ട് എൻ്റെ ആർ യു സ്ലീപ്പി. നമ്മൾ യൂസറിന് ട്രൂ ഫാൾസ് ഒന്നുമില്ല, നമ്മൾ യൂസറിനോട് ആർ യു സ്ലീപ്പി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആർ യു സ്ലീപ്പി എന്ന് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്ത് യൂസർ യെസ് എന്ന് പറഞ്ഞു. പിന്നെയും ചോദിക്കും, കാരണം എന്താ അറിയോ, നമ്മളിവിടെ ഇൻപുട്ട് ചോദിക്കുന്നുണ്ട്, ആ ഇൻപുട്ടിനോട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻപുട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ് എന്ന സിസ്റ്റത്തിന് എന്തോ ഒരു ഇഷ്യൂ ആണ്, എന്തായാലും കുഴപ്പമില്ല. എക്സിലോട്ട് ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്തു, ആർ യു സ്ലീപ്പി എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു എക്സിലോട്ട് സ്റ്റോർ ആവും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രിന്റ് എക്സ്. ഓക്കെ, ആർ യു സ്ലീപ്പി? യെസ് യെസ്, നമ്മൾ പ്രിന്റ് ആയി. ആർ യു സ്ലീപ്പി? യെസ്. അവിടെ എന്തായി, ഈ പ്രിന്റ് ചെയ്ത് എക്സ്, ഇതാണ് ആ പ്രിന്റ്. പിന്നെ ചോദ്യം വന്ന് വാച്ച് മൂവി, ഇത് വാച്ച് മൂവി പ്രിന്റ് ചെയ്ത് എക്സും പ്രിന്റ് ചെയ്ത്, ഇത് രണ്ടും പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ആർ യു സ്ലീപ്പി ആണ് ചോദിച്ചു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പ് ആണോ ചോദിച്ചിട്ട് ആ സ്ലീപ്പിന്റെ റെസ്പോൺസ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യണം. അപ്പൊ ആ വന്ന എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ നിന്ന് എന്താണ് വരേണ്ടതെന്ന്. അപ്പൊ ഇഫ് ആ എക്സ് എന്ന വാല്യൂ എസ് ആണെങ്കിൽ നമ്മൾ പറയാണ് കണ്ടീഷനാണ്, ഇഫ് എക്സ് ഈക്വൽ ടു എസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ലീപ്പിനെ ട്രൂ ആക്കും. നോക്കുക, നോ. അപ്പോൾ നോട് പറഞ്ഞ് വാച്ച് മൂവി അഗൈൻ വാച്ച് ചെയ്യണം, ഉറക്കം വരുന്നില്ല, നോ. വീണ്ടും ചോദിക്കാം, നോ. നമ്മളിങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ടൈമർ, അങ്ങനെ വിചാരിച്ചു. ഇതിങ്ങനെ നമ്മളെ സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം. നമ്മൾ ഇപ്പോഴും പറഞ്ഞ് നോ 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 നോ. പക്ഷെ ഒരു നിമിഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു യെസ്, എന്താ ഉണ്ടാകുക, കംപ്ലീറ്റ് ആയി, കോഡ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഇവിടെ കംപ്ലീറ്റ് ആയി. കാരണം എന്താ, യെസ് എന്ന് പറഞ്ഞപ്പോൾ പ്രിന്റ് ചെയ്ത യെസ്, വാച്ച് മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്ക് ഈ പ്രിന്റ് ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ നമ്മൾ ഇത് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ലോജിക്കൽ മനസ്സിലായ? അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ
നമ്മൾ പറയണ ഉറക്കം വന്ന് ആറ് സ്ലീപ്പ് യെസ് ഗ്രൂപ്പ് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ പറയുന്നത് വാച്ച് മൂവി. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഡീൽ ചെയ്യാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു യെസ് സ്ലീപ്പ് ട്രൂ, എന്നിട്ട് നമ്മൾ അവരോട് പറയും പ്രിന്റ് ഗോ ആൻഡ് സ്ലീപ്പ്, ഗോ ആൻഡ് സ്ലീപ്പ്, ഉറങ്ങാൻ പറയണം. നമ്മളിവിടെ ബ്രേക്ക് ചെയ്യുക. ഞാൻ തൽക്കാലം എൽസ് കൊടുക്കണം. നമ്മൾ മാക്സിമം കണ്ടീഷൻസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വാച്ച് മൂവി, നോ, യെസ്, ഗോ ആൻഡ് സ്ലീപ്പ്, കഴിഞ്ഞു. അപ്പൊ ഇത്രയുള്ള നമ്മളെ സ്ലീപ്പിന്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി കൗണ്ട് ഡൗൺ. നമ്മൾ അടുത്തൊരു പ്രോബ്ലം ആണ്. കൗണ്ട് ഡൗണിന്റെ കേസിൽ എന്താണ്, കൗണ്ട് 5 ആണെങ്കിൽ ആദ്യം കൗണ്ട് 5 ആയിട്ട് അസൈൻ ചെയ്ത് ബാക്കി ഇങ്ങനെ നോക്കുക. വയൽ കൗണ്ട് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, കൗണ്ട് ഇവിടെ 0നെക്കാളും കൂടുതലാണെങ്കിൽ പ്രിന്റ് കൗണ്ട്, എന്നിട്ട് കൗണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ 0 ആയ അപ്പൊ നിൽക്കും കേട്ടോ. നമുക്കൊന്ന് എഴുതി നോക്കാം. കൗണ്ട് is equal to 5 while count greater than 0 പ്രിന്റ് നമ്മളെ കൗണ്ട് തന്നെ പ്രിന്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യും, കൗണ്ട് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പ്ലസ് ഈക്വൽ ടു പറഞ്ഞ മാതിരി മൈനസ് ഈക്വൽ ടു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് -1. ഉണ്ടോ, ആദ്യം 5 വന്ന്, ആ 5ന്ന് 1 കുറച്ചു, അപ്പൊ 4 ആയി. അപ്പോഴും കൗണ്ട് 0ന് മുകളിലാണ്. പിന്നെ 3 ആയി, 2 ആയി, 1 ആയി. 1 ആയപ്പോ കൗണ്ട് എന്ത് ചെയ്ത് 1, ഇവിടെ കൗണ്ട് 1 അല്ല, 1 - 1 0, അങ്ങനെ കൗണ്ട് 0 ആയി. അങ്ങനെ വയലിലോട്ട് വന്നപ്പോ എന്തായി, കൗണ്ട് 0 ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പൊ ഇവിടെ ഈ വയൽ ലൂപ്പ് കട്ടായി. അതാണ് ലോജിക്. അപ്പൊ അത് കറക്റ്റ് ആയില്ല. ഇനി നമുക്ക് ഒരു പാസ്വേഡ് ചെക്കിങ്. ഇങ്ങനെ വയൽ ലൂപ്പുകൾ പല പർപ്പസിനും ഇപ്പൊ പാസ്വേഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പാസ്വേഡ് എപ്പോഴെങ്കിലും അഡ്മിൻ ആണെങ്കിൽ നമ്മൾ ആക്സസ് കൊടുക്കും, അഡ്മിൻ അല്ലെങ്കിൽ നമ്മൾ പറയും എൻ്റർ ദ കറക്റ്റ് പാസ്വേഡ്. അപ്പൊ ആ ലോജിക് ആലോചിക്കുക. ആദ്യം പാസ്വേഡ് എംപ്റ്റി സ്ട്രിങ് കൊടുത്ത് കൊടുത്തിട്ട് നമ്മൾ പറയണം വയൽ പാസ്വേഡ് ഇപ്പൊ എംപ്റ്റി സ്ട്രിങ് ആണ്, നോട്ട് ഈക്വൽ ടു അഡ്മിൻ. പാസ്വേഡ് അഡ്മിൻ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കും എൻ്റർ കറക്റ്റ് പാസ്വേഡ്. ഇൻപുട്ട് എൻ്റർ കറക്റ്റ് പാസ്വേഡ്. if x equal to admin അല്ല, നമ്മൾ സ്ട്രിങ് ഈ യൂസറിന്റെ എപ്പോഴും ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആയിട്ട് വരിക. പിന്നെ അതിന് നമുക്ക് ആവശ്യമുള്ളത് കൺവേർട്ട്. ഇപ്പൊ ഇൻഡ് ആക്കണമെങ്കിൽ നമ്മുടെ ഇൻഡ് കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഈ ഇൻപുട്ടിന് മുന്നിൽ ഇൻഡ് എന്ന് കൊടുക്കും. നമുക്കറിയില്ല ഇൻഡ് ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ഇല്ലേ, അത് കൊടുത്ത് മുന്നിൽ, അത്രേ ഉള്ളൂ. ഇപ്പോ എക്സ് അഡ്മിൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ അഡ്മിൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫംഗ്ഷനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിൻ ആണെങ്കിൽ പാസ്വേഡ് അസൈൻ അഡ്മിൻ അല്ല എക്സ് അഡ്മിൻ ആണല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കി കോഡ് ചെയ്യണം, ഞാൻ ജസ്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. അതാണ് ഇടയ്ക്ക് ബഗ് വരുന്നത്. ബഗ് വന്നാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ ട്രൈ ചെയ്യും. ബഗ് വരണോ അപ്പോഴേ ഞാൻ കൂടുതൽ കാര്യം പറയും, നിങ്ങൾക്ക് കൂടുതൽ നോളജ് കിട്ടും.
നമുക്ക് അഡ്മിൻ എൻ്റർ ചെയ്ത് നോക്കാം. എക്സിക്യൂട്ടായി. നമുക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വരാം ഒന്ന് പ്രിന്റ് ചെയ്യാം. യു ആണ് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വയൽ ലൂപ്പ് എക്സിക്യൂട്ട് ആയില്ലേ, അതിന് മനസ്സിലാക്കാൻ നമുക്ക് പുറത്ത് ഒരു പുതിയ എടുക്കാം. പ്രിന്റ് യു ആർ ഹാവിങ് ആക്സസ് ടു ദിസ് അക്കൗണ്ട്. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നിങ്ങളോട് ആദ്യം ചെയ്ത് പാസ്വേഡ് വെച്ച്, അപ്പോൾ നിങ്ങൾ പാസ്വേഡ് എന്താ അടിച്ചു കൊടുത്തത്, എൻ്റെ കറക്റ്റ് പാസ്വേഡ് ഇടൂല. നിങ്ങൾ കറക്റ്റ് പാസ്വേഡ് അടിച്ചത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു നാട്ടിൽ എന്ത് ചെയ്യണമല്ലോ, ഞാൻ അഡ്മിനാണ് ചുമ്മാ അടിച്ചു. യു ആർ ഹാവിങ് ആക്സസ് ടു ദിസ് അക്കൗണ്ട്. നിങ്ങളൊക്കെ നമ്മൾ കോഡിങ്ങൾ കുറേ കണ്ടില്ലേ, നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് പാസ്വേഡ് എടുക്കുമ്പോൾ ആ പാസ്വേഡ് വരുന്നത് യു ആർ സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ ഒക്കെ. ഇതുപോലത്തെ പല ട്രിക്കുകളാണ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. അവിടെ മേ ബി വയൽ ലൂപ്പ് ആവില്ല, വേറെ എന്തെങ്കിലും ആവും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കും. ഓക്കെ, അവിടെ നമുക്ക് ലൂപ്പിനൊന്നും ആവശ്യം വരില്ല, വേറെ പരിപാടികളാണ്. കാരണം ഓക്കെ, അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം, കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ പാസ്വേഡ് ചെക്കിങ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു ആണെങ്കിൽ അടുത്ത പ്രോബ്ലം നമ്പർ ഗസ് ചെയ്യുന്ന ഗെയിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഒരു നമ്പർ ഗസ് ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ യൂസറിനോട് നമ്പർ ഗസ് ചെയ്യാൻ പറയും. അപ്പോൾ യൂസർ ഗസ് ചെയ്യുന്ന നമ്പർ നമ്മൾ ഗസ് ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആണെങ്കിൽ യു വോൺ ദ ഗെയിം. ഇനി അതിന് നമ്മൾ ഗസ് ചെയ്തത് 10 യൂസർ ഗസ് ചെയ്തത് 5. അപ്പം എന്തായി, ഗസ് നമ്മളെ അതിനെക്കാട്ടിയും ലോ ആണോ ഹയർ ആണോ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 നമ്മളെ സിസ്റ്റം 10 ഗസ് ചെയ്ത് വെച്ചാണ്, യൂസർ പോയിട്ട് 100 പറഞ്ഞു. അപ്പം നമുക്ക് എന്താ പറയാം, നിങ്ങളത് വളരെ ലോ ഹൈ ആണ്. ഗസ് ഇത് 2 വളരെ ലോ ആണ്. ആ ഒരു ടിപ്സ് വേണം, ഒരു ഇത് പറഞ്ഞു കൊടുക്കും, ഒരു ഇൻറ്റ് പറഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. സംഭവം സിമ്പിളാണ്. കോഡ് ഞാൻ ജസ്റ്റ് എന്താ പറയുക കണ്ട മനസ്സിലാവും, ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ഇതിൽ ആ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം ആ റാൻഡം ഇൻറ്റ് ആണ്, റാൻഡ് ഇൻറ്റ്. അപ്പോൾ റാൻഡം എന്ന് പറഞ്ഞൊരു നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട്. ആ നമ്മൾ റാൻഡം ഇമ്പോർട്ട് ചെയ്തിട്ട് ആ റാൻഡത്തിൽ റാൻഡ് ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റാൻഡം എന്ന് പറഞ്ഞ ലൈബ്രറിൻ്റെ മൊഡ്യൂൾസ് ഗൂഗിളിൽ പൈത്തണ്ടത് എങ്ങനെ റാൻഡം യൂസ് ചെയ്യുന്നത്, റാൻഡിൻ്റെ ഉള്ളിൽ റാൻഡ് ഇൻറ്റ് എന്താണ്, റാൻഡം എന്താണ്, അങ്ങനെ റാൻഡം ഡോട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ റാൻഡ് ഇൻറ്റിൻ്റെ ഉള്ളിൽ 1, സ്റ്റാർട്ട് സ്റ്റോപ്പ് 1ഉം 10ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ഇൻറ്റിജർ, ആ ലാസ്റ്റ് കണ്ടെങ്കിൽ റാൻഡിന് ഇൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിജർ ആണ് അവിടുന്ന് കിട്ടുക. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഇൻറ്റിജർ ഒരു നമ്പർ ഉണ്ട്, അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു വാല്യൂ നമ്മളെ സീക്രട്ട് നമ്പർ ആയിട്ട് ഫെച്ച് ചെയ്യും. അപ്പൊ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ചുമ്മാ കുറച്ച് നമ്പർ കിട്ടണമെങ്കിൽ റാൻഡം കൊടുക്കും. റാൻഡിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ 1 മുതൽ 10 വരെ സിസ്റ്റം എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളൊരു വാല്യൂ ഗസ് ചെയ്യാൻ പറയും യൂസറിനോട്. യൂസർ 10 ഗസ് ചെയ്ത്, സിസ്റ്റം 5 എടുത്ത് വെച്ചിരുന്നു വിചാരിച്ചു. അപ്പൊ എന്തായി, ഗസ് വയൽ ഗസ് നോട്ട് ഈക്വൽ ടു സീക്രട്ട് നമ്പർ. ഗസ് സീക്രട്ട് നമ്പർ ആണോ അല്ലേ, അല്ലല്ലോ, 5ഉം 10ഉം ആയില്ലേ. അപ്പൊ എന്തായി, ഗസ് വീണ്ടും പറയും, ഗസ് സിസ്റ്റം പറയും യൂസറിനോട് ഗസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഈഫ് കണ്ടീഷനും എലിഫ് കണ്ടീഷനും കൊടുത്തിട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ് ഈഫ് എലിഫ് ഒക്കെ. ഗസ് സീക്രട്ട് നമ്പറിനെക്കാട്ടി ചെറുതാണെങ്കിൽ പറയും 2 ലോൺ അടുത്ത നമ്പർ എൻട്രി. ഗസ് സീക്രട്ട് നമ്പറിന്റെ ഹയർ ആണെങ്കിൽ ഭയങ്കര ഹൈ ആണ്, കുറച്ചു ഈ ഒരു ടിപ്സ് മാത്രം കൊടുക്കും. എപ്പോഴാണോ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ പറയുന്നത് അപ്പൊ വയൽ ഗസ് ഈക്വൽ ടു സീക്രട്ട് നമ്പർ ആവും. നമ്മളെന്താ പറയുന്നത്, ഗസ് സീക്രട്ട് നമ്പർ അല്ലെങ്കിൽ മാത്രമേ ഈ വയൽ ലൂപ്പ് വർക്ക് ആവുള്ളൂ. എപ്പോഴാണോ 10ഉം 10ഉം ഈക്വൽ ആയത്, അല്ലെങ്കിൽ 5ഉം 5ഉം ഈക്വൽ ആയത്, സീക്രട്ട് നമ്പർ ഗസും ഈക്വൽ ആയത്, ഇറ്റ്സ് ഓവർ, വയൽ ലൂപ്പ് വർക്ക് ആവില്ല, പുറത്തിറങ്ങും. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഇവിടെ കണ്ടില്ല നിങ്ങൾ, പ്രിന്റ് യു ആർ ഹാവിങ് ആക്സസ് ടു അക്കൗണ്ട്, അതുപോലെ എടുത്ത് പ്രിന്റ് ആണിത്, കറക്റ്റ് യു ഗസ്റ്റ് ഡൺ, ആ ഗെയിം കഴിഞ്ഞു. അപ്പൊ ഇതാണ്, ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തോളൂ. ഇനി നെസ്റ്റഡ് വയൽ ലൂപ്പ്. നെസ്റ്റഡ് വയൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വയൽ ലൂപ്പിൽ വേറെ വയൽ ലൂപ്പ്. സിമ്പിൾ ആണ്. നമ്മൾ ഫോർ ലൂപ്പിൽ നെസ്റ്റഡ് ലൂപ്പ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്വൈറ്റ് ഈസിയാണ്. ആദ്യം നമ്മൾ i = 1 കൊടുത്ത്, അതിനുശേഷം വയൽ i <= 3 അല്ലേ, 1 അല്ലേ, 1 3 ചെറുതോ ഈക്വലോ അല്ലേ, ചെറുതാണ്. j = 1, j 1 കൊടുത്ത്. അടുത്ത ചോദ്യം എന്താ, അപ്പൊ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും വയൽ ലൂപ്പ്. നമ്മൾ ഒരു നോട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു നോട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ലൈന് പോയി എഴുതുന്ന, അപ്പൊ ഒരു പേജിൽ ലൈൻ എഴുതുന്ന മാതിരി. അപ്പൊ വയൽ j <= 3, അപ്പൊ j എത്ര, 1. അപ്പൊ j 3 ചെറുതോ ഈക്വൽ ആണോ, ചെറുതാണ്. പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിന്റ് ചെയ്യണം എന്താ, എഫ് ഫംഗ്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
എഫിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതുപോലെ വരും. നമുക്ക് ഒരു വാല്യൂ റെൻഡർ ചെയ്യണമെങ്കിൽ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പൊ എന്താ പറയുക, എഫിന്റെ ഉള്ളിൽ എന്താ കൊടുത്തെന്ന് അറിയോ? ആദ്യത്തെ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഐ കൊടുത്ത്. ഐ എത്ര ഇവിടെ? ഐ എത്ര നോക്കി, മൗസ് പോയിന്റർ ഒക്കെ. ഐ ഇപ്പൊ 1 ഒന്നിന്റെ ഫസ്റ്റ് റൗണ്ടിലാണിത്. 1 ഇൻറ്റു ഔട്ട്പുട്ടിൽ നോക്കിക്കോ, 1 ഇൻറ്റു ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുത്തത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ എന്താണ് കൊടുത്തത് അതുപോലെ വരും. പിന്നെ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ജെ കൊടുത്ത്. ജെ എത്ര? ജെ ഇവിടെ എത്ര? 1. അപ്പൊ 1 ഇൻറ്റു 1 പിന്നെ നമ്മൾ ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. അപ്പൊ അതേമാതിരി വരും. 1 ഇൻറ്റു 1 ഈക്വൽ ടു ഐ ഇൻറ്റു ജെ. ഐ എത്ര? 1. ജെ എത്ര? 1. 1 ഇൻറ്റു 1 1. ഫസ്റ്റ് ലൈൻ വന്ന്. അതിനുശേഷം എന്തായി? ജെ പ്ലസ് ഈക്വൽ ടു 1. ജെന് എന്ത് ചെയ്ത് പ്ലസ് ഈക്വൽ ടു 1 ആയിട്ട് ആഡ് ചെയ്ത്. ഇപ്പൊ എന്താ ഉണ്ടാകുന്നത്? പ്ലസ് ഈക്വൽ ടു ഇപ്പൊ ജെ ഇപ്പൊ എത്രയായി? ജെന്റെ വാല്യൂ ഇപ്പോ 2 ഇനി അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഇനി പ്രിന്റും ഐ പ്ലസ് ഐ ഒന്നും അല്ലേ വർക്ക് ആവണല്ല. കാരണം ഈ ലൂപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ജെ ലെസ് താൻ ഈക്വൽ ടു 3 ഇത് പ്രിന്റ് ചെയ്ത് ജെ 1 ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് അടുത്ത ലൈനിലോട്ട് പോകുള്ളൂ. അടുത്ത ലൈനിൽ പോകുമ്പോഴല്ലേ ഈ വയൽ ലൂപ്പ് വർക്ക് ആവുള്ളൂ, ആ കണ്ടീഷൻ. അപ്പൊ വയൽ എന്ത് ചെയ്ത് ജെ പ്ലസ് 1 ഈക്വൽ ടു 1 അടുത്ത ജെ 2 അപ്പൊ എന്തായി? ജെ ലെസ് താൻ ഈക്വൽ ടു 3. യെസ്, 2 3 ചെറുതാണ്. അപ്പൊ എന്തായി? നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യണം. ഐ എത്ര? 1. ജെ എത്ര? 2. അപ്പൊ 1 ഇൻറ്റു 2 ഔട്ട്പുട്ട് നോക്കണേ, ഈക്വൽ ടു 1 ഇൻറ്റു 2 2. ജെ 3 ജെ 3 ജെ ലെസ് താൻ ഈക്വൽ ടു 3. യെസ്, ജെ ഇപ്പൊ ഈക്വൽ ടു ആണ്. ഐ എത്ര? 1 തന്നെ എടുപ്പോൾ ഐ മാറിയിട്ടില്ല കേട്ടോ. 1 ഇൻറ്റു 3 ഈക്വൽ ടു ഐ ഇൻറ്റു ജെ. 1 ഇൻറ്റു 3 ഔട്ട്പുട്ട് 3. വയൽ ലൂപ്പ് കഴിഞ്ഞോ? വയൽ ജെ പ്ലസ് 1 എത്ര? 4 വയൽ ജെ ലെസ് താൻ ഈക്വൽ ടു 3. 4 ചെറുതാണ് 3 4 ഈക്വൽ ടു ആണല്ല. വയൽ പുറത്തുപോയി. പുറത്തു പോയപ്പോ പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് ഈ ഡോട്ട്സ് വന്ന്. കളർ നോക്കണ്ട, ഈ ഡോട്ട്സ് വന്ന്. അതിനുശേഷം എന്താ? ഈ കളർ നോക്കരുത്, റെഡ് ഒക്കെ അത് ചുമ്മാ ഉള്ളതാണ്, കോഡിലുള്ളതല്ല. അപ്പൊ എന്ത് ചെയ്ത് ഇനി എന്ത് പ്രിന്റ് ചെയ്തപ്പോ ഈ ലൈന് പ്രിന്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ചെയ്താട്ടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇനി എന്ത് ചെയ്ത് ഇതിപ്പോ ഒരു കാൽക്കുലേറ്റർ ആണ് ആക്ച്വലി. ഒരു കാൽക്കുലേറ്റർ അല്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇറ്റ്സ് ഓക്കെ, അത് പ്രശ്നമാകണ്ട. പിന്നെ എന്താ പറയാ, ഐ പ്ലസ് ഈക്വൽ ടു 1. ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഐ ഇവിടെ എത്രയായിരുന്നു? 1. ഐ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐ 2 അപ്പൊ നേരെ വയൽ ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലെത്തി. 2 3 ചെറുതാണ്. അപ്പൊ ജെ എത്ര? ഇവിടെ ജെ വീണ്ടും 1. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ കോഡിലൂടെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന ലൈൻ ബൈ ലൈൻ ആണ്. ഇതുവരെ ഇവിടെ ജെ 3 ആയിരുന്നു ഉള്ളത് മാറ്റർ അല്ല. കാരണം എന്താ? അത് ഈ ലൂപ്പിലേറ്റ് റിലേറ്റഡ് ആയിട്ടാണ് ജെ 3. ജെ ഇങ്ങനെ പോയി ഇവിടെ എത്തി, വയല് ഐനെ ഇവിടെ കൂട്ടി ഇവിടെ വന്നപ്പോ ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ജെ 1 ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ജെ ഈക്വൽ ടു 1 വരെ ഐ ഈക്വൽ ടു 1 എടുത്ത മൊത്തം ലൂപ്പ് കൊള്ളാം. ഒരു പ്രോപ്പർ ഇല്ലാത്ത ഡാറ്റ ഒക്കെ നിങ്ങൾ കാണും. അപ്പൊ എപ്പോഴും ഐ 1 ആവും. അപ്പൊ ഈ ലൂപ്പ് ബ്രേക്ക് ആവൂല. കാരണം എന്താ? ഐ ഇവിടെ 1 ഐ പ്ലസ് 1 2 പിന്നെയും ഇവിടെ ഐ 1 ഇത് സ്റ്റോപ്പ് ആവാതെ ഇങ്ങനെ പോകും. അപ്പൊ ഐ പുറത്ത് കൊടുത്തതുകൊണ്ട് ഐ ഇതിന്റെ അപ്പറിലാണ്, ജെ ഇതിന്റെ അപ്പറിലാണ്. അപ്പൊ എന്തായി? ജെ ഇസ് ഈക്വൽ ടു 1. ജെ 1 ഫിക്സ് ചെയ്ത്. ഐ എത്ര? 2. ഇനി പോയാൽ ജെ ലെസ് താൻ ഈക്വൽ ടു 3. യെസ്, ജെ 1 3 ചെറുതാണ്. പ്രിന്റ് ചെയ്യുക. ഇത് സെയിം ആയിട്ട് 1. ഇപ്പൊ എന്തായി? ജെ ഇവിടെ എത്ര ആവും? വീണ്ടും എത്ര? 1 2 3 കണ്ടെങ്കിൽ ജെ എപ്പോഴും 1 2 3 1 2 3 1 2 3 പക്ഷെ ഐ ഇങ്ങനെ മാറും 1 2 3. കാരണം ഐ ഔട്ട് സൈഡിൽ നിന്ന് ഇതിനെ ആരും മാറ്റാൻ വരുന്നില്ല. ജെ നിങ്ങൾ ഓരോ ഐയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഐ ആണ് ഫസ്റ്റില്, പിന്നെ രണ്ടാമത്തെ ഐക്ക് വരുമ്പോഴാണ് ഇത്, മൂന്നാമത്തെ ഐക്ക് വരുമ്പോഴാണ് ഇത്. അപ്പൊ ഓരോ സമയം ജെ 1 വെച്ചാണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എന്താ? ജെ 1 ജെ 2 ജെ 3 അപ്പൊ 1 2 3 വെച്ചാണ്ട് 2 ഐ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 2 ഇൻറ്റു 2 2 ഇൻറ്റു 3. ഐ എപ്പോഴും പെർമനന്റ് ആ ഒരു കംപ്ലീറ്റ് ലൂപ്പില്. ഈ ജെ ലൂപ്പിൽ എപ്പോഴും ഐ ഒരു വാല്യൂ ആയിരിക്കും. ഇനി ഐ എത്ര? പ്ലസ് 1. ഇത് കഴിഞ്ഞ് ഇത് പ്രിന്റ് ചെയ്ത് അടിയിൽ വന്ന് ഐ പ്ലസ് 1 ഐ 3 നേരെ മേലെ വന്ന് ഐ 3 ഈക്വൽ ടു 3 ആണ്. ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണ്. ജെ വീണ്ടും 1 കണ്ട 3 3 3. ജെ 1 2 3 1. ജെ 1 ജെ 1 ലെസ് താൻ 3 ആണ്. പ്രിന്റ് ചെയ്ത് ജെ 1 കൂട്ടി 2 3 അപ്പൊ അത് 3 പ്രിന്റ് ആയി. ഐ പ്ലസ് 1 ഐ ഇപ്പൊ എത്രയായി? 4 4 വന്നപ്പോ കട്ടായി. ഐ ഗ്രേറ്റർ ദാൻ 3 ആണ്. ഈ ലൂപ്പ് വർക്ക് കംപ്ലീറ്റ് ആയി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്ന്. അപ്പൊ നിങ്ങൾക്ക് 10ന്റെ ഗുണിതങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 10ന് മുതൽ 1 ഇൻറ്റു 3 1 2 1 അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടേബിളിന്റെ വാല്യൂസ് മാറ്റി കൊടുക്കുക. 10ന്റെ 3 അങ്ങനെ 2ന്റെ 1 നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്തെങ്കിലും വാല്യൂ മാറ്റി കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. അതാണ് കോഡിങ്ങിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി. നിങ്ങളൊരു ഇതിങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇനി വേറെ പറഞ്ഞില്ല, നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല. ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഈ 3
ഈ മൂന്നും അല്ല ഈ ഐയും ജെയും അങ്ങനെയൊക്കെ ഒരു നൈസായിട്ട് പാരാമീറ്റർ ആയിട്ട് വാല്യൂസ് ആയിട്ടൊക്കെ പാസ് ചെയ്തിട്ട് ഈ വൈൽ ലൂപ്പ് നിങ്ങൾക്ക് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആക്കി മാറ്റാൻ പറ്റും. അതിപ്പോൾ ആലോചിക്കേണ്ട ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതൊക്കെയാണ് ആക്ച്വലി നമ്മൾ കോഡിങ് പ്രോബ്ലം സോൾവിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വൈൽ ലൂപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് നമുക്കൊരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ഇറ്ററേറ്റ് ചെയ്യാനാണ്. വൈൽ ലൂപ്പ് നമുക്കൊരു എന്താ പറയുക എത്ര ടൈം വർക്ക് എത്ര ടൈം ചെയ്യാറില്ല ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. അങ്ങനത്തെ കേസിൽ വൈൽ ലൂപ്പ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഫോർ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഒരു വൈൽ അൺടിൽ കറക്റ്റ് ഇൻപുട്ട് ഒരു കറക്റ്റ് ഡാറ്റ വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ലിസ്റ്റ് സ്ട്രിങ്ങിലൊക്കെ ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്യാനാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. മറ്റേത് ഇപ്പോൾ വൈൽ ലൂപ്പ് കണ്ടില്ല നിങ്ങൾ നമ്മൾ ഒരു എന്താ പറയുക വർക്ക് വരുന്നുണ്ടോ ഇൻപുട്ട് എൻ്റർ ചെയ്യുക അത് കറക്റ്റ് ആവുന്നത് വരെ ലൂപ്പ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക. ഗെയിം എന്തെങ്കിലും ഗെയിം കളിക്കുക നമ്മൾ പസിൽസ് കളിച്ച് നമ്മൾ ഗസ് ചെയ്യുന്ന ഗെയിം അങ്ങനെ കളിച്ച് പിന്നെ ടൈമർ നമുക്ക് ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പിന്റെ വീഡിയോസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി ഫംഗ്ഷൻസും ക്ലാസിന്റെ വീഡിയോസും ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പൈത്തൺ ഏകദേശം പിന്നെ ട്രൈ എക്സെപ്റ്റ് കൂടി ചെയ്യുന്നുണ്ട്. അത് വീടിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അങ്ങനെ ഈ ഒരു 2 വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ജാങ്കോയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജാങ്കോ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈത്തൺ പഠിച്ച എല്ലാം ജാങ്കോന്റെ ഉള്ളിലാണ്. കാരണം ജാങ്കോ പൈത്തൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ജാങ്കോ. സോ പൈത്തൺ അറിയാതെ ജാങ്കോ ചെയ്യാൻ കഴിയില്ല. ജാങ്കോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. യു എ ഒക്കെ കണ്ട് കണ്ടത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം. ഫംഗ്ഷൻ രൂപം വരുന്നതാണ്.